50 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓഗസ്റ്റ് 15-നാണ് ഷോലെ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തത്. നമ്മൾ ആ ഒരു സിനിമയെക്കുറിച്ചൊക്കെ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തിരുന്നു. അതേ വർഷം അതേ മാസം തന്നെ ഷോലെ റിലീസ് ചെയ്ത ഒരു 2 ദിവസങ്ങൾക്ക് ശേഷം ഒരു സിനിമ തമിഴിൽ റിലീസ് ചെയ്തു. ആ ഒരു സിനിമയിലൂടെ ഒരു പുതിയൊരു നടൻ ഇന്ത്യൻ സിനിമാ ലോകത്തിന് തന്നെ ലഭിച്ചു. ആ ഒരു സിനിമയെക്കുറിച്ചും ആ ഒരു നടൻ്റെ സിനിമയിലേക്കുള്ള എൻട്രിയെ കുറിച്ചൊക്കെയാണ് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നത്. തമിഴ് സിനിമയിൽ തന്നെ ഏറ്റവും വലിയ ഒരു സീനിയർ ഡയറക്ടറായിരുന്നു കെ ബാലചന്ദർ. കമൽഹാസനെ വെച്ച് ഒരുപാട് സിനിമകൾ അദ്ദേഹം, കമൽഹാസൻ്റെ തുടക്കകാലത്ത് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. കെ ബാലചന്ദർ അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയി. അവിടെ വെച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ, അഭിനയം പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. അദ്ദേഹം അവസരങ്ങൾ ചോദിച്ചു. അപ്പോൾ അതുവരെയുള്ള ഒരു നായക സങ്കല്പം ഒന്നും അല്ലാത്തൊരു ലുക്കാണ് ആ ചെറുപ്പക്കാരൻ്റെ. അങ്ങനെ അദ്ദേഹം തോന്നി എൻ്റെ പുതിയ സിനിമയിൽ ഒരു വേഷം കൊടുക്കാം. അങ്ങനെ കമൽഹാസൻ നായകനാവുന്ന ഒരു സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ക്ലൈമാക്സിനോടനുബന്ധിച്ച് വരുന്ന ഒരു വേഷം ആ ചെറുപ്പക്കാരന് കൊടുത്തു. ശിവാജി റാവു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. അതാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. അപൂർവ രാഗങ്ങൾ എന്നാണ് സിനിമയുടെ പേര്. ആ ഒരു സിനിമയുടെ കഥ ഞാൻ പറയുന്നില്ല. അതിൽ വളരെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കഥയാണ് ശരിക്കും. അതായത് ഒരു ചെറുപ്പക്കാരനായ കമൽഹാസൻ തന്നെക്കാട്ടും പ്രായത്തിൽ മൂത്ത ശ്രീവിദ്യയുടെ ഒരു കഥാപാത്രത്തിനോടൊരു പ്രണയം തോന്നുന്നു. ശ്രീവിദ്യയുടെ മകളുടെ കഥാപാത്രത്തിന് കമൽഹാസന്റെ അച്ഛൻ്റെ കഥാപാത്രത്തിനോടൊരു പ്രണയം. അങ്ങനെ പോകുന്ന ഒരു ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് കോൺഫ്ലിക്ട്സ് ഒക്കെ ഉള്ള കുറേ ക്യാരക്ടേഴ്സും അവരുടെ ഒരു ലൈഫും കാര്യങ്ങളൊക്കെയാണ് സിനിമ. ആ സിനിമ ശരിക്കും ഒരു എന്താ പറയുക, തമിഴ് സിനിമ അതുവരെ കണ്ടിരുന്ന തരത്തിലുള്ള ഒരു കൺസെപ്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റിംഗ് പാറ്റേണോ ഒന്നും അല്ല സിനിമ കണ്ടവർക്കൊക്കെ അറിയാം. ഈ ഒരു സിനിമയിൽ ശ്രീവിദ്യയുടെ ഭർത്താവായിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ്. അതാണ് രജനീകാന്തിന് കെ ബാലചന്ദർ കൊടുത്തത്, ആ ഒരു റോൾ കൊടുത്തത്. 1975 മാർച്ചിലാണ് ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നത്. ഇപ്പോൾ രജനീകാന്ത് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്, രജനീകാന്തിൻ്റെ ആദ്യത്തെ ഷോട്ട് എടുക്കുന്നത് മാർച്ച് 27-നാണ്. അപ്പോൾ ആ ഒരു സിനിമ കണ്ടവർക്ക് അറിയുമ്പോൾ ഒരു ഗേറ്റ് ചവിട്ടി തുറന്ന് എൻട്രി ചെയ്യുന്നതാണ് അതിൽ രജനീകാന്തിൻ്റെ ഒരു ഷോട്ട് എന്ന് പറയുന്നത്. ആ ഒരു ഷോട്ട് BS ലോക്നാഥ് എന്ന് പറയുന്ന ഒരു ക്യാമറമാനാണ്. അദ്ദേഹം ആ ഒരു ഷോട്ട് കേട്ടിട്ടുള്ളത് രജനീകാന്തിൻ്റെ തന്നെ ഓട്ടോബയോഗ്രഫിയിലും ഇവരുടെയൊക്കെ കെ ബാലചന്ദ്രൻ്റെ ഒക്കെ പല ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. 5-6 ടേക്ക് എടുത്തിട്ടുണ്ട്. 5-6 അതിന് ശേഷമാണ് ആ ഒരു ഷോട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നത്. അതായത് രജനീകാന്ത് ഒരു ഗേറ്റ് തുറന്നാണ് ഒരു സിനിമാ ലോകത്തോട്ട് എൻട്രി ചെയ്തത് എന്നുള്ളത് ആ രീതിയിൽ തന്നെ ആണ് പിന്നീടൊക്കെ കെ ബാലചന്ദ്രൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ രസകരമായിട്ടുള്ള കാര്യം, രജനീകാന്ത് ആ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ രജനീകാന്താണ് പുതുമുഖം. കമൽഹാസൻ, അതുപോലെ തന്നെ നാഗേഷ്, ശ്രീവിദ്യ, ഇവരൊക്കെ ഓൾറെഡി സിനിമയിലുള്ളവരാണ്, എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അപ്പോൾ രജനീകാന്തിന് അന്ന് വളരെ പേടിയുണ്ടായിരുന്നു. ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നു, കുറേ ക്യാമറ കുറേ എന്തോ ഒരു പേടി. രജനീകാന്ത് വളരെ കോൺഫിഡൻ്റ് ആണ്. കെ ബാലചന്ദ്രൻ പറഞ്ഞത്, എനിക്ക് രജനീകാന്തിനെ ആദ്യം കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു അട്രാക്ഷൻ തോന്നി ആ ഒരു ലുക്കിന്. നമുക്കറിയാം രജനീകാന്ത് കുറച്ച് കറുത്തിട്ടാണ്. അപ്പോൾ മറ്റുള്ള നടന്മാരെയൊക്കെ വെളുത്തിട്ടുള്ള നടന്മാർ, അതൊന്നും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു നടനെ എനിക്ക് കൊണ്ടുവരണമെന്ന് തോന്നി. ആ ഒരു രീതിയിലാണ് രജനീകാന്തിനെ കെ ബാലചന്ദ്രൻ ഈ ഒരു സിനിമയിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ രജനീകാന്ത് ഇങ്ങനെ പേടിച്ചൊക്കെ നിൽക്കുന്ന സമയത്ത് നാഗേഷ് എന്ന് പറയുന്ന നടനാണ് രജനീകാന്തിനെ അടുത്തോട്ട് വിളിച്ചിട്ട് പറയണത്, ഒട്ടും പേടിക്കണ്ട, കെ ബാലചന്ദ്ര സാറ് എന്താണോ ചെയ്യണത് അത് കാണുക, അത് ഒരു മനപ്പാടമാക്കുക, എന്നിട്ട് നിങ്ങളതങ്ങ് ഇമിറ്റേറ്റ് ചെയ്താൽ മതി, കറക്റ്റായിട്ടൊന്ന് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് നാഗേഷാണ് ആദ്യമായിട്ട് രജനീകാന്തിന് ആ ഒരു ധൈര്യം കൊടുക്കുന്നത്. അങ്ങനെ രജനീകാന്ത് തകർത്ത് അഭിനയിച്ചു. ആ സിനിമയുടെ ഷൂട്ടൊക്കെ തീർന്ന് രജനീകാന്ത് തിരിച്ചു വീണ്ടും രജനീകാന്തിൻ്റെ നാടായ ബാംഗ്ലൂർക്ക് പോയി. ഇത് തമിഴ്നാട്ടിലെ ചെന്നൈയിൽ തന്നെയായിരുന്നു തോന്നുന്നു ഇതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രജനീകാന്ത് ഈ സിനിമ റിലീസ് ചെയ്തത് ഓഗസ്റ്റ് 17-നോ 18-നോ, അതായത് ഷോലെ റിലീസ് ചെയ്തു 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രജനീകാന്തിൻ്റെ ആത്മസുഹൃത്ത് രാജ് ബദ്ദാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. രാജ ബദ്ദാർ എന്നാണ് ഇതിൻ്റെ പേര്. ഈ രജനീകാന്തിൻ്റെ കൂടെ KSRTCയിൽ അദ്ദേഹം ഡ്രൈവറും രജനീകാന്ത് കണ്ടക്ടറും ആയിരുന്നു. ഇന്നും രജനീകാന്തിൻ്റെ കൂടെയാണ് അദ്ദേഹം താമസിക്കുന്നത്. രജനീകാന്തിൻ്റെ ആത്മസുഹൃത്താണ് അദ്ദേഹം, ഒരു ബാച്ചിലറാണ്. അവരുടെ രണ്ടുപേരുടെയും ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ തന്നെ ശരിക്കും വേറൊരു എപ്പിസോഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ രാജ് ബദ്ദാറാണ് ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നത്, ഞാനും രജനിയും കൂടി ആ സിനിമ ബാംഗ്ലൂർ തിയേറ്ററിൽ കാണാൻ പോയി. അപ്പോൾ അന്നൊന്നും രജനീകാന്തിനെ ആർക്കും തിരിച്ചറിയില്ല, ഇവർ സിനിമ കാണാൻ പോകുന്നു. കണ്ടിറങ്ങിയ ശേഷം രജനീകാന്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അങ്ങനെ രജനീകാന്ത് പറഞ്ഞു, ആദ്യമായിട്ട് എന്നെ സ്ക്രീനിൽ കണ്ട രജനീകാന്തിൻ്റെ അത്ര വളരെ സന്തോഷമായിരുന്നു രജനീകാന്ത്. ആദ്യമായിട്ടാണ് രജനീകാന്ത്, കാരണം ഇവരൊക്കെ കൂടിയാണ് രജനീകാന്തിനെ പഠിപ്പിക്കാൻ പൈസ വരെ കൊടുത്ത രജനീകാന്തിൻ്റെ ചേട്ടനും ഈ പറയുന്ന ഈ സുഹൃത്തും വേറെയും സുഹൃത്തുക്കളൊക്കെ കൂടി
അവരൊക്കെ സ്വരൂപിച്ച് വെച്ചിട്ടുള്ള പൈസയ്ക്കാണ് രജനീകാന്തിന് കൊടുത്തിട്ടാണ് രജനീകാന്തിനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കാൻ വിട്ടതും. അപ്പോൾ ഇവരുടെയും ഒരു ഡ്രീം അച്ചീവ് ചെയ്തതിന് തുല്യമായിരുന്നു രജനീകാന്തിനെ സ്ക്രീനിൽ രജനീകാന്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ. നല്ല ഓപ്പണിംഗ് തന്നെയാണ് രജനീകാന്തിന് കിട്ടിയത്. ഈ ഒരു സിനിമ 100 ദിവസത്തിൽ കൂടുതൽ ഓടി, ഒരുപാട് നാഷണൽ അവാർഡ് ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബെസ്റ്റ് തമിഴ് സിനിമ, അതുപോലെ പ്ലേ ബാക്ക് സിംഗർ, അങ്ങനെ കുറച്ച് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്, ഫിലിം ഫെയർ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ 100ാം ദിവസം ആഘോഷിച്ചപ്പോൾ രജനീകാന്തിനെ വിളിച്ചിരുന്നു, രജനീകാന്തിന് ഒരു മെമന്റോ കൊടുത്തു. പിന്നെ ഈ ഒരു സിനിമയുടെ ടൈറ്റിൽ ആദ്യം എനിക്ക് തോന്നുന്നു കമൽഹാസൻ, ശ്രീവിദ്യ, അങ്ങനെ കുറച്ച് പേരുടെ പേരുകളൊക്കെ എഴുതി അവസാനമാണ് രജനീകാന്ത്. അതായത് ഒരു മെയിൻ 5 പേരുടെ പേര് എഴുതി കഴിഞ്ഞ ശേഷമാണ് രജനീകാന്തിന്റെ പേര് ഒറ്റയ്ക്ക് എഴുതി കാണിക്കുന്നതും. അതൊരു കുറച്ച് വലിപ്പം കൂട്ടിയിട്ടാണ്, മറ്റ് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളായിട്ടും വലിപ്പം കൂട്ടിയിട്ടാണ്. കെ ബാലചന്ദ്രൻ വളരെയധികം സപ്പോർട്ടാണ് രജനീകാന്തിന് ആ ഒരു സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഈ അപൂർവ രാഗങ്ങൾ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഷോലയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇതേപോലെ ഈ 75 എന്ന് പറയുന്ന ഒരു വർഷം ഇന്ത്യൻ സിനിമാ ലോകത്തിന് ഒരു പ്രത്യേകതയുള്ള ഒരു വർഷമാണ്. കാരണം ഒന്ന്, ഷോലെ എന്ന് പറയുന്ന ഒരു വമ്പൻ സിനിമ, അതുവരെയുള്ള എല്ലാ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്ത ഒരു സിനിമ റിലീസ് ചെയ്ത വർഷം. അതുപോലെ ഓഗസ്റ്റ് എന്ന് പറയുന്ന ഒരു മാസം. അതുപോലെ ആ 75 ജനുവരിയിലാണ് ദിവാർ എന്ന് പറയുന്ന ഒരു സിനിമ, സലീം ജാവേദ് എഴുതി യാഷ് ചോപ്ര ഡയറക്ട് ചെയ്ത സിനിമ. അതിലൂടെയാണ് അമിതാഭ് ബച്ചൻ ഒരു ഹീറോ ആയിട്ട് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ലെങ്കിൽ ഹീറോ ആയിട്ട് ഒരു പേരെടുത്തു. പിന്നീട് ഷോലെ വന്നു കഴിഞ്ഞപ്പോൾ അമിതാഭ് ബച്ചൻ സെറ്റായി, ഒരു സൂപ്പർ സ്റ്റാറായി. ഇതേപോലെ തന്നെയാണ് രജനീകാന്തിന്റെ ഒരു സിനിമയിലേക്കുള്ള ഒരു ചുവടുവെപ്പും കിട്ടിയ ഒരു വർഷമാണ് 75. ആ മാസമാണ് ഓഗസ്റ്റ്. അപ്പൊ ഷോലയും അപൂർവ രാഗങ്ങളും 2 സിനിമകളാണ് അന്ന് ഇന്ത്യൻ എന്താ പറയുക സിനിമ പ്രേക്ഷകർക്ക് ആ ഒരു മാസം ലഭിച്ചത്. ഈ ഒരു സിനിമ കുറെ വർഷങ്ങൾക്ക് ശേഷം 84 കെ ബാലചന്ദ്രൻ തന്നെ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തു. പക്ഷെ ഹിന്ദിയിൽ റീമേക്ക് ചെയ്തപ്പോൾ കമൽഹാസൻ തന്നെയായിരുന്നു ആ നായിക വേഷം ചെയ്തത്. പക്ഷെ മറ്റേ രജനീകാന്തിന്റെ റോള് ചെയ്തത് സുരേഷ് ഒബ്രോയാണ്, നമ്മുടെ വിവേക് ഒബ്രോയുടെ അച്ഛനാണ് ആ റോള് ചെയ്തത്. കാരണം നമുക്കറിയാം അപ്പോഴേക്കും രജനീകാന്ത് ഒരു വലിയൊരു സ്റ്റാറായി കഴിഞ്ഞിരുന്നു. 84 ഒക്കെ ആയപ്പോഴേക്കും. ഹിന്ദിയിലും രജനീകാന്ത് ആ സമയത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഹിന്ദിയിലും മിഥുൻ ചക്രവർത്തിയുടെ കൂടെ അഭിനയിച്ച രജനീകാന്തിന് അവിടെ ഒരു പേരെടുത്തിരുന്നു. അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം രജനീകാന്തിനെ വീണ്ടും. പിന്നെ നമുക്കറിയാം ആ ഒരു സിനിമ ഒരു രജനീകാന്ത് എന്ന് പറഞ്ഞാൽ പുതിയൊരു താരം, അല്ലെങ്കിൽ പുതിയൊരു മുഖമായതുകൊണ്ടാണ് ആ ഒരു ക്യാരക്ടർ അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടത്. രജനീകാന്ത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഹീറോ ആയ ശേഷം ചിലപ്പോൾ ആ റോളിലേക്ക് കാസ്റ്റ് ചെയ്യേണ്ടെന്ന് കെ ബാലചന്ദ്രന് തോന്നിയിട്ടുണ്ടാവും. എന്തായാലും കെ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു സംവിധായകനെ കമൽഹാസനും രജനീകാന്തിനും ഗുരുതുല്യനാണ്. അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംവിധായകനാണ് കെ ബാലചന്ദ്രൻ. അപ്പോൾ അപൂർവ രാഗങ്ങൾ എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾ സിനിമയെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. ആ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാം.